നമ്മൾ കണ്ട ഒരു നാടല്ല ഇന്ന് നമ്മുടെ നാട്. പാടെ മാറിപ്പോയിട്ടുണ്ട്. ആൾക്കാട്ടെല്ലാം നോക്കിയാൽ മൊബൈലിൻ്റെ കാലഘട്ടത്തിൽ ജനിച്ച നമ്മൾ ഈ പറഞ്ഞ 5GB അപ്ഡേഷൻ എന്ന് പറഞ്ഞ തലമുറ ജനിച്ച തലമുറയുമായിട്ട് അവരിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക, അവർക്ക് വേണ്ടി നിങ്ങൾ ഉരുകുക. അത് കണ്ടു വേണം നിങ്ങളുടെ മക്കൾ വളരാൻ. നമസ്കാരം, വെൽക്കം ടു 121 മീഡിയ. ലഹരിയുടെ കരാളഹസ്തങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തെ പിടികൂടിയിരിക്കുകയാണ്. അതിനെതിരെ ശക്തമായി പോരാടുകയും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുകയും ലഹരിക്കടിമപ്പെട്ട നിരവധി ജനങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതോടൊപ്പം തന്നെ സോഷ്യൽ ഇൻഫ്ലുവൻസർ, മൈൻഡ് ട്യൂണർ, സൈക്കോളജിസ്റ്റ് ആയ ഫിലിപ്പ് മമ്പാടാണ് ഇന്ന് എന്നോടൊപ്പം അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക. വെൽക്കം സർ. വെൽക്കം. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായി വർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ലഹരിക്ക് എന്താ പറയുക ബിരുദമായ ഒരു പ്രോഗ്രാമിലേക്ക് വരാനുണ്ടായ കാരണം? ഒരു സബ് ഇൻസ്പെക്ടറായ ഫിലിപ്പ് മമ്പാട് അവിടെ ഇല്ലെങ്കിൽ കേരള പോലീസ് മുമ്പോട്ട് പോകും. 10 ഫിലിപ്പ് മമ്പാട് വരും സബ് ഇൻസ്പെക്ടറായിട്ട്. പക്ഷേ ഈ ആൻറ്റി നർക്കോട്ടിക് സെമിനാർ മേഖലകളിൽ ഫിലിപ്പ് മമ്പാടായ ഞാൻ ഇല്ലെങ്കിൽ അത് നഷ്ടമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആ മേഖലകളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് പഠിച്ച് അതിൻ്റെ ഗ്രൗണ്ട് ലെവലിലെ കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ സഹായിക്കാനുള്ള വലിയൊരു ആഗ്രഹമാണ് സബ് ഇൻസ്പെക്ടർ എന്ന പദവി രാജിവെച്ച് ഇപ്പം ഈ മേഖലയിലേക്ക് അറിയാം. എത്ര വർഷത്തെ സർവീസ് ഉണ്ടായിരിക്കും? 7 വർഷം കൂടെ സർവീസ് ഉണ്ടായിരുന്നു. 7 സർവീസാണ് ഞാൻ BRS എടുത്തുകൊണ്ട് അങ്ങോട്ട് വന്നത്. സർ, നിരവധി ലഹരിക്ക് എതിരായ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും അതുപോലെ തന്നെ സെമിനാറുകളും ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്നുണ്ട് ലഹരിക്കടിമപ്പെട്ട പല പല ക്രൂരകൃത്യങ്ങളൊക്കെ നടക്കുന്ന ഈ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ബോധവൽക്കരണമുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു സിസ്റ്റം അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇത്രയൊക്കെ ക്ലാസ്സുകൾ നമുക്ക് കിട്ടിയതിന് ശേഷവും? രശ്മിയുടെ നല്ല ചോദ്യമാണ്. പൊതുവെ ഇപ്പം ഈ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പം നമുക്കറിയാം, മതസംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, അതുപോലെ തന്നെ ഓർഗനൈസേഷനുകൾ, എല്ലാ സ്ഥാപനങ്ങളും, എസ്പെഷ്യലി ഞങ്ങൾ പോലീസ് തന്നെ യോദ്ധാവ് ക്യാമ്പയിൻ, എക്സൈസ് വിമുക്തി, അതുപോലെ എല്ലാം ഇങ്ങനെ ക്യാമ്പയിനിലൊക്കെ നടത്തുന്നുണ്ട്. വാഹനപ്രജാഥ, ഈ പറയുന്ന സ്നേഹമതിൽ, രാത്രി നടത്തം, ഒപ്പ് ശേഖരണങ്ങൾ എല്ലാം നടത്തുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിലെ ലഹരി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ മുകളിലാണ് ഇതിൻ്റെ സാന്നിധ്യവും അതിൻ്റെ അപകടാവസ്ഥയും. കാരണം അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിനകത്ത് ആ വ്യക്തിയെ സ്ഥായിയായതിലേക്ക് അഡിക്ഷനിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും ഭീകരമായ അവസ്ഥയിലാണ് ഇന്നത്തെ സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകൾ നിലനിൽക്കുന്നത്. അത് തന്നെയാണ് ഈ അവയർനെസ്സുകളൊന്നും ഒരുപക്ഷെ ഇടങ്ങളിൽ എത്താതെ പോകുന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലും മുന്നിലും പ്രവർത്തിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ആശങ്കപ്പെടുത്തുന്നത്. അവബോധം തന്നെയാണ് ഏറ്റവും പ്രധാനം, കരുതലാണ് ഏറ്റവും പ്രധാനം. കാരണം പഴയ കാലമല്ല, ഇതൊരു പുതിയ കാലമാണ്. പഴയ കാലത്തിനകത്ത് നമുക്കറിയാം വെറ്റിലയും പാക്കും, അല്ലേ, വെറ്റില പാക്കും മുറുക്കാൻ ഉള്ളൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ടാണ് ഇന്ന് വിവരവും ബോധ്യവുമുള്ള നമ്മുടെ മക്കൾ. എല്ലാം A+കളും ഈ മെഡിക്കൽ മേഖലകൾ എല്ലാ പ്രൊഫഷണലൊക്കെ പലരെയും അവസ്ഥ നോക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. അതിൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണതാണ് ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിൻ്റെ മനുഷ്യനുണ്ടാക്കുന്ന അപകടകരമായ അവസ്ഥ തന്നെയാണ് ഈ ഒരു ദുരന്താവസ്ഥയ്ക്ക് കാരണം. അവിടെ ബോധവൽക്കരണത്തിന് പ്രാധാന്യമുണ്ട്. പക്ഷെ പലപ്പോഴും ബോധവൽക്കരണം യഥാസ്ഥാനത്തേക്ക് ഇത്തരക്കാരിലേക്ക് എത്തുന്നില്ല. ആ ബോധത്തിൻ്റെ മുകളിലാണ് അവരുടെ അഡിക്ഷൻ നിലനിൽക്കുന്നതാണ് ഏറ്റവും വലിയ അപകടാവസ്ഥ. ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് സാർ പറഞ്ഞല്ലോ, അതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ? അതിൽ ഉൾപ്പെടുന്നതാണോ ഈ MDMA എന്ന് പറയുന്ന ആ ഒരു പദാർത്ഥം? MDMA ഇപ്പം എല്ലാ പത്രത്തിൽ വായിച്ചു കഴിഞ്ഞാലും നമ്മൾ MDMA കേൾക്കും. പക്ഷെ അത് എത്രത്തോളം സാധാ രീതിയിൽ കഞ്ചാവ് അല്ലെങ്കിൽ ആൽക്കഹോളിക് അത്രയും ഡേഞ്ചർ ആണോ എന്ന് നമുക്കതിനെ പറ്റി? ഡേഞ്ചർ അല്ല, ഹിരോഷിമയിൽ നാഗസാക്കിയിലിട്ട അണുബോംബിനെ കാറ്റുബോംബിനേക്കാൾ ഡേഞ്ചറാണ് ഈ പറഞ്ഞ സാധനം. കാരണം പതിഞ്ഞിരിക്കുന്നവനാണ്. അവന് നിറവും മണവും സെൻസറുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു വൈറ്റിഷ് കളറിലുള്ള ആ സാധനം ഇന്ന് പ്രത്യേകിച്ച് ഈ 198 രാജ്യമുണ്ട് ഈ പ്രപഞ്ചത്തിൽ. ഈ രാജ്യങ്ങളിലെ പല രാജ്യങ്ങളെയും ഇന്ന് പല യങ്സ്റ്റേഴ്സിനെയും ഇന്ന് പിടിച്ച് കുലുക്കി നശിപ്പിച്ച് അവരുടെയൊക്കെ ബോധ്യത്തെയും നശിപ്പിച്ച് ഏറ്റവും ഭീകരനാണ് ഈ പറയുന്ന സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾ എല്ലാവരും ഓർക്കുക, അറിഞ്ഞോ അറിയാതെ പോലും അതിൻ്റെ പേര് പോലും ഉച്ചരിക്കരുത്. അതിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ടതാണ് ഞാൻ പറയാം.
കാരണം ഇത് ഉപയോഗിച്ച് ഒരു വ്യക്തിയും ഇന്ന് ജീവിതത്തിൽ പ്രകാശം വരുത്തിയ ചരിത്രമില്ല. പലരും ഇന്ന് ചെയ്യുന്നതൊക്കെ ഭീകരമായ അവസ്ഥയാണ്. ഈ സാധനം ഇന്ന് സമൂഹത്തെ മുഴുവനും ഇന്ന് വല്ലാതെ ഇന്ന് അപകടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ ഓരോ മുക്കിനും മൂലയിലും ഒരു പോലീസ് സ്റ്റേഷൻ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് ഒന്നിലെ കഞ്ചാവ്, രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഈ പറയുന്ന MDMA ആണ്. എല്ലായിടത്തും 10ൽ 2 കുട്ടികൾക്കിടയിലേക്ക് ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എത്തിയിട്ടുണ്ടെന്നാണ് ഏറ്റവും വലിയ സങ്കടകരം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ജാഗരൂകരാകുക. എന്നെ ഈ മീഡിയയിലൂടെ കാണുന്ന 1-to-1 മീഡിയയിലൂടെ കാണുന്ന നിങ്ങളെല്ലാം ഓർക്കേണ്ടത് എൻ്റെ ആജ്ഞയിൽ അപേക്ഷയാണ്. കാരണം ഈ ഇൻ്റർവ്യൂവിന് വേണ്ടി 1-to-1 മീഡിയ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ സതുദ്ദേശം നോക്കിയിരുന്നു. കാരണം പലപ്പോഴും പലരും ഇൻ്റർവ്യൂ വിളിക്കാറുണ്ട്. പക്ഷേ അതിനകത്തൊക്കെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂകൾക്ക് കുറച്ചും കൂടെ പ്രാധാന്യവും സമയവും ഞാൻ കൊടുക്കാറുണ്ട്. കാരണം ഒരുവനിൽ നിന്ന് ഒരുവനിലേക്ക് ഈ സന്ദേശം എത്തിയ വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും എൻ്റെ ആജ്ഞയിൽ അപേക്ഷയാണ്. മാക്സിമം ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. ഇത് കാണാൻ അമ്മമാരും കുട്ടികളൊക്കെ ഉണ്ടാവട്ടെ എന്ന് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പറയുന്നത്. വീണ്ടും പറഞ്ഞു വെച്ച് ഇത് തുടരുകയാണ്. നമ്മൾ കണ്ട ഒരു നാടല്ല ഇന്ന് നമ്മുടെ നാട്. പാടെ മാറിപ്പോയിട്ടുണ്ട്. കാരണം 26 വർഷത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നും പല അമ്മമാരും എന്നെ സങ്കടം പറഞ്ഞു വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഖത്തറിൻ്റെ മണ്ണിലാണ്. ഇന്നും ഞാൻ രാവിലെ എൻ്റെ റൂമിൽ നിന്ന് എഴുന്നേറ്റപ്പം എനിക്ക് വന്ന ഫസ്റ്റ് കോള് സാറോട് 10 മിനിറ്റ് സംസാരിക്കാൻ പറ്റുമെന്നാണ്. എല്ലാം MDMA കുറിച്ചാണ് സംസാരിക്കുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ബെഡ്റൂമിനകത്ത് നിന്ന് ഒരു കവർ കിട്ടി, അതിനെ ചൊല്ലിയ പ്രശ്നങ്ങളാണ് അമ്മ പറയുന്നത്. അപ്പോൾ എവിടെയും ഇതാണ്. തീർച്ചയായിട്ടും അപകടകരമല്ല, ഏറ്റവും വലിയ ദുരന്തമാണ് ഇത്. ഇപ്പം നടന്നിരിക്കുന്ന ഈ ലോകയുദ്ധത്തെക്കാൾ, ഇപ്പം നടന്നിരിക്കുന്ന ഈ വാറിനേക്കാൾ എല്ലാം ഇന്ന് ലോകത്തെ ഞെട്ടിക്കണ സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയും ഈ പറയുന്ന MDMA ആണ്. തീർച്ചയായിട്ടും സാർ, ഏകദേശം 754 ആൾക്കാരെ ലഹരിക്ക് അടിമപ്പെട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഗിന്നസ് റെക്കോർഡ്. അത് എങ്ങനെയാണ് അതിലേക്ക് ഈ ഒരു എന്താ പറയുക എയിമായിരിക്കും, എന്നാലും എങ്ങനെയാണ് അതിലേക്ക്? വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഇടവണ്ണ, മഞ്ചേരി, ഈ മലപ്പുറം എൻഫോഴ്സ്മെൻറ്റ് ജോലി ചെയ്യുമ്പോൾ പലരും ഈ ആൻറ്റി നർക്കോട്ടിക് മേഖലകളിൽ പ്രവൃത്തിയെടുക്കുന്ന ആളെന്ന രീതിയിൽ പലരും സങ്കടങ്ങൾ പറയാനൊക്കെ വിളിക്കും പലരും. അപ്പം മകൻ്റെ കാര്യമൊക്കെ പറയും. പിന്നെ പലരും പോലീസ് കേസിനകത്ത് പെട്ടു പോകുമ്പോൾ മലപ്പുറം ജില്ലയിൽ ഓൾമോസ്റ്റ് ഞങ്ങളുടെ ജില്ലയിനകത്തുള്ള ഈ പറയുന്ന മഞ്ചേരി സബ് ജയിൽ, പെരിന്തൽമണ്ണ, തിരൂർ സബ് ജയിൽ, അവിടെയുള്ള ഈ 3 സബ് ജയിലുമായിട്ട് എനിക്ക് നേരിട്ട് ബന്ധമുണ്ട്. ഇവിടുത്തെ ഒക്കെ സബ് ജയിലിലെ സൂപ്രണ്ടന്മാർ നമ്മൾ പുറമെ ജയിലിനെക്കുറിച്ചൊക്കെ വിമർശനങ്ങൾ പറയുമെങ്കിലും ഈ ജയിൽ സൂപ്രണ്ട്, പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ, മഞ്ചേരി, അതുപോലെ തന്നെ തിരൂർ, അവിടുത്തെ സൂപ്രണ്ടന്മാരായിട്ട് ഒരുപാട് ബന്ധമുള്ള വ്യക്തിയാണ് ഞാൻ. അവരൊക്കെ അതിനകത്തിരിക്കുമ്പോൾ ശരിക്കും ഒരു ഹൃദയം തകർന്ന അച്ഛനെ പോലെയാണ് പലരും ഇരിക്കണത്. ഇത് പല മക്കളുടെ പ്രായമുള്ള കുട്ടികളും ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് പിടിച്ച് ജയിലിൽ വരുമ്പോഴൊക്കെ വലിയ സങ്കടപ്പെടുന്ന പെരിന്തൽമണ്ണ സബ് ജയിലിലെ സൂപ്രണ്ടൊക്കെ ഉണ്ട്. എന്നോട് എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്, ഫിലിപ്പ് എന്ത് ചെയ്യാനാണ്, വല്ലാത്ത അത്ഭുതം തോന്നുന്നു, പുറം ലോകം അറിയുന്നില്ല, എത്രയോ കുട്ടികളാണ് സെല്ലിനകത്ത് വന്ന് കയറുന്നത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? ഞാനൊക്കെ വല്ലാതെ ഈ ശമ്പളം വാങ്ങുന്നുണ്ട്, പക്ഷേ ഞാനൊക്കെ വലിയ സങ്കടത്തിലാണ്. അതുപോലെ മഞ്ചേരി സബ് ജയിൽ സൂപ്രണ്ടൊക്കെ, അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥർ. അപ്പം ഇവരെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ഈ സ്റ്റേഷനിലേക്ക് വരുന്ന ആളുകളുണ്ട് ഇത് പിടിക്കപ്പെട്ടതിൻ്റെ പ്രൈമറി ഘട്ടങ്ങളിൽ. അപ്പോൾ അവരുടെ ആദ്യഘട്ടങ്ങളിൽ ചോദ്യങ്ങളും അവർക്ക് കിട്ടിയ സ്ഥലങ്ങളും അതിൻ്റെ ഫോളോ അപ്പും പിന്നെ അവർ തെളിവെടുപ്പും, രാത്രിയിൽ ഇവർ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഇവർ പറയുന്ന ചില കാര്യങ്ങൾ ഉപയോഗിച്ചതും ഇവരെ കൂട്ടുകെട്ടുകളും എല്ലാം ഞങ്ങളുടെ അടുത്ത് ഓപ്പൺ ആകാറുണ്ട് പലപ്പോഴും. അവരുടെ മൊബൈലുകളൊക്കെ ഞങ്ങളുടെ കയ്യിൽ കിട്ടും. ഒരുപക്ഷെ മാതാപിതാക്കൾ ആ മൊബൈൽ കിട്ടില്ല. ആ മൊബൈൽ ഞങ്ങൾ നിസ്സാവസ്ഥ ലോക്ക് മാറ്റുമ്പോഴാണ് അത്ഭുതപ്പെടുന്ന, നമ്മളൊക്കെ ചിലപ്പോൾ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങളൊക്കെ. ആ ലോക്ക് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. അവന് മാത്രമേ ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ ആ ലോക്ക്. ശേഷം അതിനകത്തേക്ക് കയറി എൻ്റർ ചെയ്യുമ്പോഴായിരിക്കും ഇവർ വാങ്ങിയ സാധനത്തിനെക്കുറിച്ച്, അവരുടെ സൗഹൃദങ്ങൾ, അവർ കൊടുക്കുന്ന ആളുകൾ, അവരുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതെ പേടിച്ചു പോകും. അപ്പോൾ തീർച്ചയായിട്ടും അവർ പിന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെ സെല്ലിനകത്ത് നിസ്സാവസ്ഥയാണ് അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ഭക്ഷണവും ഒക്കെ കൊടുത്ത് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങൾ കേൾക്കുമ്പോൾ ഇവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ തോന്നും പലപ്പോഴും. ഒറ്റയ്ക്ക് രാത്രി ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് മാറുമ്പോഴൊക്കെ പാറാവിരിക്കുന്ന പോലീസരെ കാണുമ്പോൾ ചില കേങ്ങി കരയാറുണ്ട്, സെല്ലിനകത്ത് പൊട്ടിക്കരയാറുണ്ട് പലപ്പോഴും. അപ്പോഴൊക്കെ ഇവരുടെ ബന്ധുക്കൾ സ്വന്തക്കൾ അറിയിക്കുമോ, ഒന്ന് കോൾ വിളിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പം ഒരവസരം കിട്ടിയാൽ നന്നാവുമെന്ന് തോന്നുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വീണ്ടും വന്നു. അപ്പോൾ ഇവരെ കൊണ്ടുപോകുമ്പോൾ, പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മെഡിക്കൽ പരിശോധനയൊക്കെ കഴിഞ്ഞ് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി. എന്തായാലും ബെയിൽ കിട്ടില്ല, ഉറപ്പാണ്. ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് MDMA കൈവശം വെച്ചാൽ നോൺ ബെയിലബിൾ ഒഫൻസാണ്. ഡെഫിനറ്റ്ലി എന്ത് വിചാരിച്ചാൽ കിട്ടില്ല. സെല്ലിലേക്ക് പോകുമ്പോൾ, ജയിലിലേക്ക് പോകുമ്പോൾ സൂപ്രണ്ടോട് പറയും, സാർ ഇങ്ങനെ തിരൂർ ഭാഗത്തുള്ള കുട്ടിയാണ്, ഇങ്ങനെ വണ്ടൂർ ഭാഗത്തുള്ള കുട്ടിയാണ്, അവൻ പാവമാണ്, ഉപ്പയുമ്മയൊക്കെ ഇങ്ങനെയാണ്, പെട്ടുപോയതാണ്, അപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് 4 മാസമായിട്ട്, അവിടെ കുറച്ച് കരുതൽ കൊടുക്കണം സെല്ലിനകത്ത്. ഈ കരുതൽ ഞാൻ പറഞ്ഞില്ല, ഈ ഉപ്പയെപ്പോലൊരു മനുഷ്യനാണ് ഈ പെരിന്തൽമണ്ണ സബ് ജയിലിരിക്കുന്ന സൂപ്രണ്ടൊക്കെ. അവരത് ചെയ്യാറുമുണ്ട്, അവിടുത്തെ സ്റ്റാഫൊക്കെ. അവർക്കറിയാം, അവരാ കരുതൽ കൊടുത്ത്
ഒരു സൈക്കാട്രിക് ഇൻ്റർവെൻഷൻ, ഡോക്ടേഴ്സിനെ വിസിറ്റ് വരുമ്പോൾ അവനെക്കുറിച്ച് കെയർ ചെയ്ത് അവനതിനുള്ള അഡിക്ഷനുള്ള മരുന്നൊക്കെ കൊടുത്ത് ഒരു 90 ദിവസം അകത്ത് കിടക്കേണ്ടി വരും, ബെയിൽ കിട്ടില്ല. അപ്പോൾ ഏകദേശം 90 ദിവസം അവിടെയും കിടന്നു. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൂപ്രണ്ട് വിളിച്ചിട്ട് പറയും ഫിലിപ്പ് ഇങ്ങനെ ആൾ ഇറങ്ങുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തും മകേഷും പലപ്പോഴും എൻ്റെ ഡ്യൂട്ടിക്ക് പുറമെ ഈ ജയിലിന് പുറത്തൊക്കെ പോയി ഇവരെ കാണുകയും ഇവരുടെ പേരൻസൊക്കെ ഇടും സംസാരിക്കുകയും ചെയ്ത് തുടർന്ന് അവിടുന്ന് നേരെ ഈ പറയുന്ന DADS സെൻറ്ററിലേക്ക്, ഏറ്റവും ഫെബ്രുവരി എന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടെ കലാവധി എന്ന വാർഡുണ്ട് ഗവൺമെൻറ് ഇതിൽ. 2 വെട്ടം തിരൂർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് തന്നെയാണ് റഷീദലിയുടെ ഉപ്പയാണ് അത് നടത്തുന്നത്. ഒരുപാട് സഹായം മനുഷ്യൻ ചെയ്യുന്നുണ്ട്, പലർക്കും സാമ്പത്തികം ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഈ 2 സ്ഥലങ്ങളിലുമായിട്ട് ചികിത്സിച്ച് സുബോധത്തിലേക്ക് എത്തിച്ച ആളുടെ കണക്കാണ് 754. അതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിന്ന് മകേഷ് ചിത്രണ്ണമാണ്, KSBയിൽ ജോലി ചെയ്യുന്ന എൻ്റെ കൂടെയുള്ള ലഹരിക്കെതിരെ ഇത്തരത്തിൽ പ്രവർത്തനം ചെയ്ത മകേഷും കൂടെ കൂടിയിട്ടാണ് ഇത്രയും പേരെ സുബോധത്തിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഡാറ്റാസും ഒക്കെ കൂടിയാണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് പേര് കടന്നത്. നാഷണൽ ഡ്രഗ് അല്ലേ, അതിന്റെ എന്താണ് എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ മകേഷ്. ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ അതിൽ എടുത്തു പറയാനുള്ളതാണെന്ന് തോന്നുന്നു അല്ലേ, ഈ നർക്കോട്ടിക് എക്സിക്യൂട്ടീവ് മെമ്പറായി. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ കൗൺസിൽ, അതിൽ എന്താണ് ORC റെസ്പോൺസിബിൾ ചിൽഡ്രൻ ഉണ്ട്. അത് നമ്മുടെ P. വിജയൻ സാർ IPS അവരുടെയാണ്. സാറിൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്രൂവിൻ്റെയും അങ്ങനെ ഒരു സ്മാർട്ട് 40 ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ നിന്ന് 10 നല്ല കുട്ടികളെ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് സ്മാർട്ട് 40 ആക്കി അവരെ ഒരു നല്ല ഒരു ഗ്രൂമിങ് സെക്ഷനും അവർക്കുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നയിക്കുന്ന ഒരു സെക്ഷനാണ്. അതിന് മെൻറ്ററായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഭാഗമായിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഓർഗനൈസേഷനുകളിലെല്ലാം എവിടെയും എൻ്റെ സംസാരം അവസാനിക്കുന്നിടത്ത് ലഹരിയെ കുറിച്ച് സംസാരിക്കും. സർ ഒരു ചോദ്യം കൂടിയിട്ട്, അതായത് അഡിഷൻ സർ പറഞ്ഞു, അപ്പോൾ ഓഫ് കോഴ്സ് ഡി അഡിഷൻ ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് ഈ അഡിഷനിൽ നിന്ന് ഡി അഡിഷനിലേക്ക് തിരിച്ച് നമ്മൾ കൊണ്ടുവരണമല്ലോ, അത് എങ്ങനെയാണ്? അതിന് എത്രത്തോളം റിസ്ക് ഫാക്ടർ ഉണ്ട് ഒന്ന് എക്സ്പ്ലെയിൻ. നല്ല ചോദ്യമാണ്. കാരണം അത് ചെന്ന് പലരും ഈ മക്കളെ ഇതിനകത്ത് അടിമപ്പെട്ടവരൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകുമ്പോൾ തിരിച്ച് എൻ്റെ മകൻ സുബോധത്തിൽ വരുമെന്ന് കാത്തിരിക്കുന്ന ആളുകളാണ്, ഭാര്യയാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും. പക്ഷെ പലപ്പോഴും ഒരു 10ൽ ഒരു 4 പേരെ സുബോധത്തിൽ വരുന്നുള്ളൂ, 14 പേര്. കാരണം അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയുണ്ട്. അപ്പം രശ്മി ചായ കുടിക്കുമോ, കാപ്പിയും കുടിക്കുമോ? രാവിലെ ഇല്ലെങ്കിൽ അപ്പോൾ ആ ചായയുടെയും കാഫിയുടെ അഡിക്ഷൻ എന്ന് പറഞ്ഞത് ദ ലെവൽ ഓഫ് അഡിക്ഷൻ 10%. 10 ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന അഡിക്ഷൻ, അതിൻ്റെ അഡിക്ഷൻ ലെവൽ 200 200. അതേപോലെ തന്നെ നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റി പറയുന്നുണ്ട് ഈ പറയുന്ന മദ്യത്തിൻ്റെ അഡിക്ഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ 800 to 1200 ആണ്. അതേ തൊട്ട് മുകളിലാണ് ഈ പറയുന്ന തമ്പാക്ക്, പാൻപരാഗ്, ഗുഡ്ക, ഹാൻഡ്സ്, കൂൾ ആൻഡ് കഞ്ചാവ്. ഈ പറയുന്ന സാധനം മനുഷ്യർ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന അഡിക്ഷൻ ലെവല് 2000 to 3000 ആണ്. 2000 3000ലേക്കും അഡിക്ഷൻ. അപ്പോൾ ചായ എത്രയാണ്? 10%. അപ്പോൾ അതിന് മുകളിലാണ് ഈ പറയുന്ന MDMA, പെത്തന്, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ ഒക്കെ എത്തിക്കുന്നത് 3000 to 6000 ആണ്. അപ്പോൾ അത്രയ്ക്കും ഈ ബ്രെയിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ ബ്രെയിനെയാണ് ഈ ഒരു DADS സെൻറ്ററിനകത്തെ മതിലിനകത്തേക്ക് ഒരു വ്യക്തി എത്തിച്ച് സ്വാതന്ത്ര്യത്തെ തടുത്തു നിർത്തി ഒരു കൗൺസിലർ അത്രയ്ക്കും ആ ബ്രെയിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആ മരുന്നുകളും അദ്ദേഹത്തിന് കൊടുത്ത് ആ സ്വാതന്ത്ര്യമേകി അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് സർക്കിളെല്ലാം മാറ്റി നിർത്തി ഒരു 30 ദിവസത്തിനുള്ളിൽ ഈ മനുഷ്യൻ്റെ ഈ അവസ്ഥയെ ഒന്ന് മാറ്റിയെടുക്കണം. അത് ഭയങ്കര ശ്രമകരമാണ്. ആ മനുഷ്യൻ അവിടുന്ന് ചില അത്ഭുതങ്ങളും ആ മനുഷ്യൻ്റെ സാഹചര്യങ്ങളും കുടുംബത്തിൻ്റെയൊക്കെ ചില ഓർമ്മകളും മെഡിറ്റേഷൻ എല്ലാം കൂടെ കറക്റ്റ് ഫ്രെയിമിൽ വന്ന ആ മനുഷ്യൻ സുബോധത്തിലേക്ക് വരും. ഇറങ്ങി വന്ന പിന്നെ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയുടെ എങ്ങനെയാണ് ഭാര്യ മുമ്പ് പെരുമാറിയത് അതിൻ്റെ എത്രയോ മടങ്ങായിരിക്കണം കെയറിങ് ഉണ്ടാവേണ്ടത്. മക്കൾ, സൊസൈറ്റി, സമൂഹം, സാമ്പത്തികം, ശാരീരികം എല്ലാം കൃത്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി മനുഷ്യൻ സുബോധത്തിൽ നയിക്കും. അല്ലെങ്കിൽ ഡെഫിനറ്റ് വീണ്ടും മനുഷ്യൻ തിരിച്ചു പഴയതുപോലെ തന്നെ പോകാൻ സാധ്യതയുണ്ട്. സർ ഒരു ക്വസ്റ്റ്യൻ കൂടി, അതായത് പണ്ടുള്ള ജനറേഷൻ എന്ന് പറയുന്നത് ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കാൻ മനസ്സ് നമ്മളുടെയൊക്കെ ആണെങ്കിലും അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഉള്ള ജനറേഷൻസിന് ഉപദേശം എന്ന് പറയുന്നത് ഇഷ്ടമല്ല. നമ്മുടെ മക്കളടക്കമുള്ള കുട്ടികൾക്ക് എന്താണ് ഒരു മെസ്സേജ്? എല്ലാവരും പറയുന്നത് എങ്ങനെയാണ്, കുട്ടികൾ തെറ്റുകാരാണ്, അവർ തെറ്റിലേക്ക് പോകുന്നു, അങ്ങനെയല്ല. അപ്പോൾ എങ്ങനെയാണ് സർ അതിന് ന്യൂ ജനറേഷനിൽ കൊടുക്കാനുള്ള ഉപദേശിക്കേണ്ട കാര്യമുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. ലക്ഷ്മിയോട് ഞാൻ ചോദിക്കട്ടെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മളെ കാലത്തിനകത്ത് നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മളുടെ തെങ്ങിൻ്റെ തൂങ്ങി കിടക്കുന്ന മട്ടൽ ചാടി വലിച്ച് ചവിട്ടി കയറി അച്ഛനൊക്കെ ചന്തി കടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന അങ്ങനെ തല്ലാൻ പറ്റുമോ? അന്നത്തെ കാലത്ത് മക്കളെ തല്ലാൻ പറ്റുമോ? ഇല്ല. കാരണം മക്കളിന്ന്
ഈ ശരിക്കും മക്കളുടെ കയ്യിരിക്കുന്ന ഫോണിനകത്തൊരു സംശയം വന്നാൽ അവർ മറുപടി ചോദിക്കുന്ന ആരോടാണ്? അവർ ചാറ്റ് എടുത്ത് ചോദിക്കും. ഇസ്രായേൽ പാലസ് യുദ്ധത്തിനകത്ത് 6 വർഷത്തെ ന്യായം ചാറ്റ് ജി പി ടി ചോദിച്ചാൽ ചാറ്റ് ജി പി ടി പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അവർ വിവരസാങ്കേതിക വിദ്യ അപ്ഡേറ്റ് ചെയ്തപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേഷൻ നടക്കുന്ന ഒരു തലമുറയാണ് ഈ തലമുറ. അവർ ഭയങ്കര ഡെഡിക്കേറ്റഡ്, അവരെല്ലാ കഴിവുള്ള മക്കളാണ്. അവരുടെ കൂടെ സഞ്ചരിക്കാൻ നമുക്ക് പറ്റാത്തിടത്താണ് ഈ ദുരന്തങ്ങൾ മൊത്തം ഉണ്ടാകുന്നത്. അവരുടെ കണ്ണിലൂടെ നമ്മൾ കാണുന്നില്ല, അവൻ്റെ കാതിലൂടെ നമ്മൾ കേൾക്കുന്നില്ല പലപ്പോഴും. അപ്പോൾ ഈ കാലഘട്ടത്തിലെ മക്കൾ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് പണ്ട് നമ്മളൊക്കെ അച്ഛൻ്റെ അടുത്തൊക്കെ പോയി സ്നേഹപ്രകടനം നടത്തും, പുറത്ത് ആന കയറി കളിക്കും, മീശ പിടിച്ച് തിരിക്കും, മുടി ചീകും, അച്ഛൻ്റെ ഷർട്ട് അയൺ ചെയ്ത് കൊടുക്കും, അച്ഛൻ ഈ ഷർട്ട് ഇട്ടാൽ അതിനെ പിടിച്ച് അഴിപ്പിക്കും, അച്ഛൻ വരുമ്പോൾ കെട്ടിപ്പിടിക്കും, വേർപ്പ് തുടയ്ക്കും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇന്ന് മക്കളൊന്നുമില്ല. ഇന്ന് അച്ഛൻ്റെ അടുത്ത് ഒരു 2ാം ക്ലാസ്സുകാർ 3ാം ക്ലാസ്സുകാർ അച്ഛൻ്റെ മടി കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കാനാണ്. എടുത്ത് അപ്പം തന്നെ ചോദിക്കുന്ന അച്ഛനോട് ആ ലോക്കാണ്. ആ ലോക്ക് പറഞ്ഞു കൊടുത്ത സമയത്തോടു കൂടി അച്ഛൻ്റെ അടുത്ത് നിന്നുള്ള ആ സൗഹൃദം മാറി. പിന്നെ മൊബൈലിലേക്കാണ് മകൻ്റെ സൗഹൃദം. അപ്പം അങ്ങനത്തെ ഒരു സൈബർ ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക് ഒരു ജനറേഷൻ മാറിയിട്ടുണ്ട്. അത് മോശക്കാരല്ല, പക്ഷേ പല വേദികളും കുട്ടികൾ ആണ് മോശക്കാരെന്ന് കുട്ടികൾക്ക് ആ ബോധം വേണ്ടതെങ്കിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കല്ല ബോധം വേണ്ടത്. കാരണം എന്താ വെച്ചാൽ മുതിർന്ന നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത ഒരു 1 GB കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ അൽക്കാട്ടിൽ നോക്കിയ മൊബൈലിൻ്റെ കാലഘട്ടത്തിൽ ജനിച്ച നമ്മൾ ഈ പറഞ്ഞ 5 GB അപ്ഡേഷൻ എന്ന് പറഞ്ഞ തലമുറ ജനിച്ച തലമുറയുമായിട്ട് അവരിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ അവരുടെ കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അവരുടെ കൂടെ ഒരു നിമിഷം പോലും അവരുടെ ഉള്ള സാന്നിധ്യം നമ്മൾ ഉണ്ടാവണം, ഇല്ലാതിരിക്കരുത്. ഇല്ലാതിരിക്കുന്നിടത്താണ് അവർ അത്ഭുതങ്ങൾ ഇതിഹാസങ്ങൾ ചെയ്യും. ആ ഇതിഹാസങ്ങളായിരിക്കും ഒരു തെറ്റിലേക്ക് പോകുക. സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ സാറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി കുറച്ച് പേഴ്സണൽ കാര്യം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്തായാലും ഓഫ് കോഴ്സ് വ്യൂവേഴ്സിന് അറിയാൻ താമസം ഒന്ന് ഷെയർ ചെയ്യാം. ഭാര്യ ഡോളി അറിയാലോ, വെറുതെ ഭാര്യയിൽ ഷോയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഭാര്യ ഇപ്പം താമരശ്ശേരിയിൽ ഒരു ഫാം നടത്തുന്നുണ്ട്, ഒരു ഒന്നിനെ തിരക്കുള്ളതൊരു ഫാം. പിന്നെ തേൻ്റെ ബിസിനസ് ഉണ്ട്. പിന്നെ മകള് അമ്മയ ഒരു അച്ഛൻ്റെ ഒരു ബത്തേരി സുൽത്താൻ ബത്തേരിയിൽ ഒരു ഇതിലാണ് നിൽക്കുന്നത്, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നു. മകൻ ഇപ്പോൾ അഭിനവ് ഫറൂഖ് കോളേജിൽ BA ഇംഗ്ലീഷ് ആയിരുന്നു, നല്ല ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം PG ചെയ്യുന്നു, സെക്കൻഡ് ഇയർ ആണ്. അപ്പോൾ അദ്ദേഹം ഫോർച്യൂണിലേക്ക് ഇപ്പോൾ സിൽസേഴ്സിൻ്റെ ആഗ്രഹമായിട്ട് അതിൻ്റെ പാതയിലേക്ക് മകൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. അച്ഛൻ മരിച്ചുപോയി 3 വർഷമായി. പിന്നെ അമ്മയുണ്ട് വീട്ടിൽ, അമ്മയാണ് സർവസ്വവും. അമ്മ ഫിസിക്കലി അമ്മയ്ക്ക് പ്രോബ്ലംസ് ഉണ്ട്, ഒരു ഭാഗം അമ്മയ്ക്ക് പാരലൈസ് ആയതാണ്. അമ്മയുടെ ശരീരത്തെ മാത്രം തളർച്ചയുള്ളൂ. ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ ഭയങ്കര പവർഫുള്ളാണ്. കാണാത്ത സിനിമകളില്ല, പോകാത്ത സ്ഥലങ്ങളില്ല, അമ്മ കയറാത്ത ഹോട്ടലുകളില്ല. അതാണ് അമ്മയുടെ ആരോഗ്യം. അതുകൊണ്ട് ആ ആരോഗ്യമാണ് എൻ്റെയും വലിയ ആരോഗ്യം. സാറിന് ഞാൻ കേട്ടിട്ടുണ്ട് സാറിൻ്റെ സ്പീച്ചുകളിൽ ഒരുപാട് അമ്മയെക്കുറിച്ചിട്ട് ഒരുപാട് വാത്തോരാണ് സംസാരിക്കുന്നത്. എന്താണ് സാറിന് പറയാനുള്ളത്? അമ്മ എന്ന് പറയുമ്പോൾ രശ്മിക്ക് അമ്മയെക്കുറിച്ച് എന്താ തോന്നുന്നത്? എനിക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് അതെ. ഈ അമ്മയിൽ ഉമ്മ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനകത്ത് ഒരു തണുപ്പില്ലാത്ത മനുഷ്യൻ ഈ ഭൂമി ജനിച്ചിട്ടില്ല അല്ലേ? അത് മനസ്സുള്ളവരാണ്. ഈ മനസ്സ് നഷ്ടപ്പെടുമ്പോഴാണല്ലോ അവർക്കെതിരെ നമ്മൾ തിരിയുക. അതാണ് ഈ ലഹരിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അമ്മ മതേഷ് ഡേ കഴിഞ്ഞത്, അപ്പോൾ ഞാനിപ്പോൾ ഖത്തറിൻ്റെ മണ്ണിലുണ്ടായിരുന്നത്, ഒരു സ്റ്റാറ്റസ് വെച്ചപ്പോൾ ഒക്കെ അമ്മയുടെ മുഖമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അമ്മ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം വെച്ച അമ്മയാണ്, കഷ്ടപ്പാട്. സത്യം എൻ്റെ അമ്മ കൈ പോലും ഇങ്ങനെ പൊക്കില്ല. കാരണം അമ്മയുടെ ഈ കഷമൊക്കെ കാണുന്നത് വെച്ചിട്ട് അമ്മ പൊക്കാറില്ല, അങ്ങനെ കീറിയ ബ്ലൗസൊക്കെ ഇട്ട്. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. പട്ടിണി ഏറ്റവും കൂടുതൽ അനുഭവിച്ച് എപ്പോൾ നോക്കിയാലും അമ്മയ്ക്കൊരു ദുഃഖഭാവം മുഖത്ത് എപ്പോഴും. അമ്മ കൂടുതൽ എൻ്റെ അമ്മയ്ക്ക് 6 അനിയത്തിമാർ, ആരും അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അമ്മ കൂടുതൽ സംസാരിക്കാറില്ല. അമ്മ നോട്ടത്തിലും അമ്മയുടെ ശരീരത്തിലൊക്കെയാണ് അമ്മ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ അപ്പം അമ്മ ഉള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ 10ാം ക്ലാസ് തോറ്റ് നാട് വിട്ട് പോയി തിരിച്ചു വരാൻ തന്നെ അമ്മയുടെ സ്നേഹമാണ് നാട്ടിലേക്ക്. പക്ഷേ അമ്മ എന്ന ഒരൊറ്റ ഇതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു പക്ഷേ ഈ 10-18ഓളം രാജ്യങ്ങൾ, 3050 വേദികൾ, ഒരുപാട് പുരസ്കാരങ്ങൾ, ഒരുപാട് ബന്ധങ്ങളെല്ലാം അമ്മ എന്ന ആ ഒരു വാക്കും അമ്മയുടെ സ്നേഹവും പ്രാർത്ഥനയുമാകും ഒരു പക്ഷേ ഫിലിപ്പ് മമ്പാടിലേക്ക് പരിവർത്തനം ചെയ്തത്. തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന എല്ലാവരും വാക്കേ ഉള്ളൂ, അമ്മമാർ ചേർത്ത് പിടിച്ചോളൂ, ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെടില്ല. അവരുള്ള കാലം അത്രയും നിങ്ങളുടെ ആയുസ് ഈ ഭൂമിയിലുള്ളൂ. എന്നവർ മാഞ്ഞു പോകുന്നു അന്ന് നമ്മളുടെ ആ ഒരു ബലം നഷ്ടപ്പെട്ടു പോകും. പിന്നെ അവരുടെ ഓർമ്മകളായിരിക്കും നമ്മൾ ജീവിക്കുക. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ ചെയ്യാം, അമ്മയൊന്നിടത്തത് കൊണ്ട് കാണിക്കായിരുന്നു, അമ്മയൊന്ന് കപ്പലിൽ കയറ്റായിരുന്നു, അമ്മയൊന്ന് വിമാനത്തിൽ കയറ്റായിരുന്നു, ഒരു പൈസ ഉണ്ടായിരുന്നു, എൻ്റെ തിരക്കിൽ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം കിട്ടുന്ന ഒരു സുന്ദര നിമിഷമാണ് നമ്മൾ ജനിപ്പിച്ച അമ്മയുടെ സന്തോഷാവസ്ഥ. അതിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. അതിനെ സന്തോഷിപ്പിക്കുന്ന ഏതൊരുവനാണ് ഭൂമിയിലുള്ളത്, ആസ് പ്രസ് ഐ ആം കൺസേൺ അല്ലേ, ആ മനുഷ്യനോട് ഏറ്റവും വലിയ
ഹീറോയാവും ഈ ഭൂമിയിൽ, നോ ഡൗട്ട്. അതേ ഉള്ളൂ അമ്മയെക്കുറിച്ച് എനിക്ക് ഒരുപാട് ഇമോഷണലായി അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞു നിർത്തി. അപ്പം എന്താണ് നമ്മുടെയൊക്കെ മാതാപിതാക്കൾ, ഞാനടക്കം എന്താ പറയുക അമ്മയാണ്, അപ്പം മാതാപിതാക്കളോട് എന്താണ് ഒരു മെസ്സേജ് സാറിന് കൊടുക്കാൻ പറ്റും? മാതാപിതാക്കൾ ഒറ്റ അപേക്ഷയുള്ളൂ, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുത്, മക്കൾക്ക് വേണ്ടി ഉരുകരുത്. അത്രയുള്ള എൻ്റെ അപേക്ഷ. ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുക, അവർക്ക് വേണ്ടി നിങ്ങൾ ഉരുകുക. അത് കണ്ടു വേണം നിങ്ങളുടെ മക്കൾ വളരാൻ. അങ്ങനെ വളരണം, അപ്പോഴാണ് അവരെ വളർത്തുക നിങ്ങൾ. അത് കണ്ട് നിങ്ങളുടെ മക്കൾ വളർന്നാൽ നിശ്ചയമാണ് നിങ്ങളുടെ വാർദ്ധക്യം സമ്പുഷ്ടമാവും, സങ്കടപ്പെടേണ്ടി വരില്ല. ഇപ്പം ഞാൻ ഒരുപാട് വേദികളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. ജീവിതം ലോകത്ത് ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അത് ഞാനാണെന്ന് പറയുക. ആ സങ്കടത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചിരിക്കുന്നുണ്ട്, ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ. ഈ ലോകത്ത് ഏറ്റവും സങ്കടമുള്ള ഞാൻ നിങ്ങളുടെ സങ്കടം മാറ്റാൻ എൻ്റെ കയ്യിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. കാരണം ഇങ്ങനെയാണ്, വീഴ്ചകളും ദുരന്തങ്ങളൊക്കെ നമുക്ക് കിട്ടും, അതിൽ നിന്നാണ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കേണ്ടത്. ചിലത് പലപ്പോഴും നമ്മൾ മറച്ചു വയ്ക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് മനുഷ്യനെ നേരിടേണ്ടി വരും, ചിലപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ലയെന്ന് പറയേണ്ടി വരും. ഇവിടെയാണ് നമ്മുടെയൊക്കെ വിജയം നിലകൊള്ളുക. തീർച്ചയായിട്ടും ഹാപ്പി ആകുക, ചിരിക്കുക, മറ്റുള്ളവരെ ചിരിപ്പിക്കുക. സർ ഇപ്പോൾ ഒരുപാട് സ്പീച്ചും ഇങ്ങനെ ഒരു ജേണി ആണല്ലോ. അപ്പം ഈ സർ പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇപ്പം പോലീസ് നിന്ന് റിട്ടയർഡായി, വോളണ്ടിയർ റിട്ടയർമെൻറ്റ്. അപ്പം അങ്ങനെ അതിനെ പിന്നെ എന്താ പറയുക റിലേറ്റഡ് ആയിട്ട് കൊണ്ട് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സാറിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്? ഇൻസിഡൻറ്റ് ഒന്നുമില്ല, പക്ഷെ ഒരുപാട് നമ്മുടെ കൂടെ നിൽക്കുന്ന ചിലർ, നമ്മളെല്ലാമാണെന്ന് വിശ്വസിക്കുന്ന ചിലരുടെയൊക്കെ ചില കുത്തുവാക്കുകൾ നമ്മൾ ഒപ്പമുള്ളവരെ പറയാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ലഹരിയുടെ സമയമാണ്. അപ്പം ഞാൻ നല്ല പേയ്മെൻ്റൊക്കെ വാങ്ങിയിട്ടാണ് ഓരോ വേദികൾ ചെയ്യാറുള്ളത്, പേയ്മെൻറ്റുകൾ. അപ്പോൾ പറയും അവൻ്റെ സമയമാണ്, അപ്പം അവൻ VRS എടുത്തു, അപ്പോൾ ഇവിടുന്ന് ഒരു എമൗണ്ട് കിട്ടി. അപ്പോൾ ഏകദേശം ഒരു 10-50 1 lakh rupees ഞാൻ സാലറി വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ പെർ മന്ത്. അത് പെർ ഡേയിൽ അവൻ 1 lakh ഞാൻ ഇൻകം ഉണ്ടാക്കുന്ന ആളായി. പെർ ഡേയിൽ ഒരു 3 ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ 1 lakh ഞാൻ പെർ ഡേയിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പലർക്കും അതിനെ അസ്വസ്ഥപ്പെടുത്തി ഇങ്ങനെ. അപ്പം ലഹരി അവന് സീസണാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഞാനും എൻ്റെ സുഹൃത്തും മകേഷ് തുറന്നുകൊണ്ട്, അപ്പം ശരിക്കും ജയിറ്റ് ടാക്സ് അടയ്ക്കുന്ന ആളാണ് ഞാനും. ഒരു നല്ല എമൗണ്ട്, ഏകദേശം ഒരു 2.7 CR ഏകദേശം ഞങ്ങളുടെ കയ്യിൽ ലിക്വിഡ് മണി ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. വലിയ ആഗ്രഹം സ്വന്തമായിട്ട് ഒരു DHC സെൻറ്റർ മലപ്പുറത്ത് സൗജന്യമായിട്ട് തുടങ്ങുക, അമ്മയുടെ പേരിൽ. വലിയ ഡ്രീം. സർക്കാർ എനിക്ക് പെൻഷൻ തരുന്നുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. വീട്ടിൽ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഓരോ ദിവസവും അക്കൗണ്ട് നോക്കുക, ആരെയും ബോധിപ്പിക്കാനൊന്നുമല്ല. പിന്നെ സോഷ്യൽ മീഡിയ അത്യാവശ്യം നല്ല മോണിറ്റേഷൻ കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന്. അപ്പോൾ എല്ലാം കൊണ്ടും എങ്ങനെ ദൈവം അങ്ങനെ ഒരുക്കുന്നു എന്ന വലിയ സന്തോഷം പിന്നിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവ് പ്രതിബന്ധങ്ങളൊക്കെ വളരുന്നൊരു വ്യക്തിക്ക് ആവശ്യമാണ്, അത്യന്താവശ്യം. യൂസഫ് അലി സാറിനെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴാണോ നമ്മുടെ മുറ്റത്തെ മാവിൽ ഏറ്റവും കൂടുതൽ മാങ്ങേണ്ടത്, ആ മാവിലേക്ക് കുട്ടികൾ കല്ലെറിയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ യാത്രയിൽ ചില നെഗറ്റീവ് എലിമെൻറ്റുകൾ നമ്മളത് പോസിറ്റീവിന് വേണ്ടി സൂക്ഷിച്ച് വെക്കുക. പക്ഷെ അവിടെ നമ്മൾ തിരിഞ്ഞു നിൽക്കരുത്, കാരണം നടക്കണം, നമുക്ക് ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ആ ഒരു നടത്തമാണ് എൻ്റെ നടത്തം. തീർച്ചയായിട്ടും സർ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഒരുപാട് എന്താ പറയുക സൈക്കോളജിസ്റ്റ്, മൈൻഡ് ട്യൂണർ ഒക്കെ ആണെങ്കിൽ തന്നെ നല്ലൊരു എന്താ പറയുക ഷെഫാണെന്ന് കേട്ടിട്ടുണ്ട്. അതോടൊപ്പം എന്താണ് കുക്കിംഗ് ഒക്കെ സ്വയമേ ചെയ്യുമോ അതോ? കുക്കിംഗ് ചെയ്യും. ഞാൻ വെറുതെ പറയുന്ന റിയാലിറ്റി ഷോയിൽ ഞാൻ എൻ്റെ കുക്കിങ്ങിന് ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടിയത്. ശതമാനം പറഞ്ഞു അത് മാർക്ക് കിട്ടി. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഡയറക്റ്റായിട്ട്. ആ ഷോയിൽ ഏറ്റവും കൂടുതൽ SMS ഒക്കെ കിട്ടി. തിരക്കേടില്ലായിരുന്നു. കുക്കിംഗ് ഭയങ്കര ഒരു പാഷനാണ്. കാര്യം ഞാൻ ആദ്യം അമ്മയെ സഹായിച്ചുകൊണ്ടാണ് ഈ മേഖലയിൽ വന്നത്. അമ്മ അടുക്കളയ്ക്ക് ജോലി ചെയ്യുമ്പോൾ ഞാനിങ്ങനെ അരിഞ്ഞു കൊടുക്കാൻ ചെല്ലും. എനിക്ക് വൃത്തിയാക്കണം, പെട്ടെന്ന് അടുപ്പും പാതകം കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം, പാത്രം കഴുകി കൊടുക്കണം, ഇതൊക്കെ. അപ്പോൾ അമ്മയ്ക്ക് കിട്ടുന്ന സന്തോഷം ഉണ്ടായിരുന്നു. ശേഷം ഭാര്യ വന്നപ്പോഴും അതുപോലെ തന്നെയാണ്. അവളെയും ഡോളിയും ഹെൽപ്പ് ചെയ്യും, എല്ലാ കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യും. കാര്യം അതിൽ കിട്ടുന്നൊരു മാനസിക സംതൃപ്തി ഉണ്ട്. അടുക്കളയിൽ കുറച്ച് സമയം അമ്മമാർക്കൊപ്പം അല്ലെങ്കിൽ ഭാര്യമാർക്കൊപ്പം നമ്മൾ ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്, നമ്മുടെ മനസ്സിനും ഒരു സന്തോഷമാണ്. അടുക്കി പെറുക്കിയൊക്കെ വയ്ക്കുമ്പോൾ. പിന്നെ ഭക്ഷണം നന്നായിട്ട് ബീഫ് ഉണ്ടാക്കും, തേങ്ങാക്കൊത്തിട്ട നല്ല ബീഫ് കറി ഉണ്ടാക്കും. അമ്മ പഠിപ്പിച്ചതാണ്. ഒരു ആഗ്രഹം കൂടി ഉണ്ട്, റെസ്റ്റോറൻറ്റ് തുടങ്ങണം. അമ്മയ്ക്ക് വലിയ ആഗ്രഹം. അമ്മയെ അവിടെ ക്യാഷ്വൽ കൊണ്ടിരുത്തണം എനിക്ക്. അമ്മ ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ്, ഹോട്ടലില്ല റെസ്റ്റോറൻറ്റ്, നല്ല ചൂട് പുട്ടും തേങ്ങാക്കൊത്തിട്ട ബീഫ് കറി, ഇതാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ കൂടെ ഒരു പണിപ്പുരയിലാണ്. എല്ലാം ഉണ്ടാക്കാനല്ല, ആർക്കെങ്കിലും 2 പേർക്ക് ജോലി കൊടുക്കണം, ഒപ്പം അമ്മയുടെ മനസ്സ് സന്തോഷിപ്പിക്കണം, കൂടെ നല്ല ഒരു ഫുഡിൻ്റെ സംസ്കാരത്തെ കാണിച്ചു കൊടുക്കണം, ക്വാളിറ്റിയും അതുപോലെ അവിടുത്തെ ആ ഒരു നമ്മുടെ ഒരു കലയും. അപ്പോൾ സാറിൻ്റെ എല്ലാ വിഷസും ഡ്രീംസും ഒക്കെ ഫുൾഫിൽ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഖത്തറിൻ്റെ മണ്ണിലാണുള്ളത്. ഏവർക്കും 1-to-1 മീഡിയയിൽ ഇന്ന് ഞാനിവിടെ വന്നു. രസകരമായ കുറച്ച് സമയങ്ങൾ 1-to-1 മീഡിയയിലെ രശ്മിയുമായിട്ട് പങ്കിട്ടു. ഏറെ സന്തോഷമുണ്ട്. ചില ചോദ്യങ്ങളെല്ലാം ഒരുപക്ഷെ ഞാൻ സംസാരിച്ച സമൂഹത്തോടാണ്. തീർച്ചയായിട്ടും എൻ്റെ ഈ ശബ്ദങ്ങളും ഇതും സമൂഹത്തിലേക്ക് നിങ്ങൾ എത്തിക്കാൻ നിങ്ങളും പ്രതിജ്ഞാബദ്ധരാണ്.
സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതാം. തീർച്ചയായിട്ടും മറുപടിയും ഉണ്ടാവും. അപ്പം ഒന്നിച്ചുള്ള യാത്രയിൽ മനുഷ്യൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നിടത്താണ് വലിയൊരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന സത്യം നമുക്ക് മനസ്സിലാക്കാൻ നമുക്കൊക്കെ പ്രാപ്തരുള്ളവരാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ കുറച്ചും കൂടെ പരിപോഷപ്പെടുത്തുക. തീർച്ചയായിട്ടും 1-to-1 മീഡിയ ഇത്തരത്തിലെ സതുദ്ദേശപരമായ ഒരുപാട് ഇൻ്റർവ്യൂകൾ കണ്ടക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് നിങ്ങളുടെ ഈ സംഭാഷണങ്ങളും ഇൻ്റർവ്യൂകളും നടക്കട്ടെ, സമൂഹത്തിന് ഉപകാരപ്രദമാകട്ടെ എന്ന് 1-to-1 മീഡിയയുടെ മുഴുവൻ സാരഥികൾക്കും ഫിലിപ്പ് ഉമ്മൻ്റെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് ആശംസിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ തുടർപ്രവർത്തനത്തിനും എൻ്റെ എല്ലാവിധ നന്ദിയും ആശംസകളും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും തിരക്കിനിടയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ അവസരം തന്നതിന് ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും.